ഹായ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് തൈറോയിഡ് ഗ്ലാൻഡിനെ കുറിച്ചായിരുന്നു അല്ലേ? തൈറോയിഡ് ഗ്ലാൻഡും അതിൻ്റെ ഹോർമോൺസ്, തൈറോയിഡ് ഗ്ലാൻഡ്സ് സെക്രിയേറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ഇസ് തൈറോക്സിൻ സെക്രിയേറ്റഡ് ബൈ ഫോളിക്കുലാർ സെൽസ്. ഫോളിക്കുലാർ സെൽസ് സെക്രിയേറ്റ് ചെയ്യുന്ന തൈറോക്സിൻ ആൻഡ് കാൽസിറ്റോണിൻ സെക്രിയേറ്റഡ് ബൈ പാരാഫോളിക്കുലാർ സെൽസ്. ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ പറയുന്ന ഈ കാൽസിറ്റോണിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? ഇറ്റ് റെഡ്യൂസസ് ദ amount ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ്, അല്ലെങ്കിൽ ഇറ്റ് റെഡ്യൂസസ് കാൽഷ്യം ഇൻ ബ്ലഡ് എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? എപ്പോഴൊക്കെയാണോ നമ്മുടെ കാൽഷ്യം ലെവൽ ബ്ലഡിൽ ഇൻക്രീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് നോർമൽ റേഞ്ചിൽ നിന്നും എക്സീഡ് ചെയ്ത് പോകുന്ന ആ സമയത്തൊക്കെ നമ്മുടെ കാൽസിറ്റോണിൻ ആക്ട് ചെയ്തിട്ട് അതിൻ്റെ ലെവൽ കുറക്കുമെന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് സെഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഇന്നത്തെ സെഷൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് കാൽഷ്യം ലെവൽ, അല്ലെങ്കിൽ ബ്ലഡിലുള്ള കാൽഷ്യം ലെവൽ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റെഗുലേഷൻ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ് എന്ന് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഒന്ന് തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന കാൽസിറ്റോണിനാണ് കാൽഷ്യം ലെവലിനെ ഇൻക്രീസ്ഡ് കണ്ടീഷനിൽ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് കാൽസിറ്റോണിനാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ കാൽഷ്യം ലെവലിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനദർ ഹോർമോൺ ഇസ് ഇൻവോൾവ്, ദാറ്റ് ഇസ് കോൾഡ് പാരാതോർമോൺ. പാരാതോർമോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണും കൂടിയാണ് വരുന്നത്. അപ്പോൾ കാൽസിറ്റോണിൻ ആൻഡ് പാരാതോർമോൺ, ഇതിന് രണ്ട് കമ്പൈൻഡ് ആക്ഷനാണ് എന്ത് ചെയ്യുന്നത്, റെഗുലേഷൻ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം, എല്ലായ്പ്പോഴും ഏതൊരു കമ്പണൻ്റ് ആണെങ്കിലും, ഇപ്പോൾ ഷുഗർ ആണെങ്കിലും കാൽഷ്യം ആണെങ്കിലും അയൺ ആണെങ്കിലും എല്ലാത്തിനും ഒരു നോർമൽ റേഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ നോർമൽ ലെവൽ എത്രയാണ്. നോർമൽ ലെവൽ ഉദ്ദേശിക്കുന്ന അപ്പർ ആൻഡ് ലോവർ, ആ ഒരു റേഞ്ചാണ്. ഏറ്റവും കുറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇഷ്യൂ ഇല്ലാതെ പോകുന്ന ഒരു, ഇപ്പോൾ ഇവിടെ പറയുന്ന ഒരു 9 to 11 milligram per deciliter ഓഫ് ബ്ലഡ് എന്ന് പറയുമ്പോൾ ഈ കാൽഷ്യത്തിൻ്റെ അളവ് 9 കുറയാനും പാടില്ല, 11 കൂടാനും പാടില്ല എന്നുള്ളതാണ് എന്ത്, അതിന് നോർമൽ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ 5 to 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കുറയാൻ പാടില്ല, 10 കൂടാൻ പാടില്ല എന്നുള്ളതാണ് അല്ലേ? അപ്പം നമ്മുടെ കാൽഷ്യത്തിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ ലെവൽ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബിറ്റ്വീൻ 9 and 11 ആണ്. മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ് യൂണിറ്റ് ഓർക്കുക. 9 to 11 milligram per deciliter is the normal level of calcium in blood. അപ്പോൾ ഈ ലെവൽ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബൈ ദ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് ടു ഹോർമോൺസ് കോൾഡ് കാൽസിറ്റോണിൻ ആൻഡ് പാരാതോർമോൺ. കാൽസിറ്റോണിൻ ഈസ് സെക്രീറ്റഡ് ബൈ തൈറോയിഡ് ഗ്ലാൻഡ്, റൈറ്റ്? തൈറോയിഡ് ഗ്ലാൻഡ് ആണ് സെക്രീറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാം. ദെൻ പാരാതോർമോൺ എന്ന് പറയുന്ന സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ് എന്ന് പറയുന്നത് പാരാതൈറോയിഡ് ഗ്ലാൻഡ് ആണ്. പാരാതോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് പാരാതൈറോയിഡ് ഗ്ലാൻഡ് ആണ്. അപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നമ്മളിവിടെ ഈ ഓൾറെഡി കാണുന്ന ഈ പിങ്കിഷ് ആയിട്ടുള്ള എന്താണ്, അത് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. ഇത് തൈറോയിഡ് ഗ്ലാൻഡ് ആണ് നമ്മൾ ഈ കാണുന്നത് അല്ലേ? ബട്ടർഫ്ലൈ ഷേപ്ഡ് ആയിട്ടുള്ള തൈറോയിഡ് ഗ്ലാൻഡ് ആണ് ഈ കാണുന്നത്. അതിൽ ഈ യെല്ലോ ഡോട്ട് പോലെ കാണുന്ന, അല്ലെങ്കിൽ ഒരു ബട്ടൺ പോലെയൊക്കെ കാണുന്ന, ഇതാണ് എന്ത് പറയുന്നത്, പാരാതൈറോയിഡ് ഗ്ലാൻഡ്. അപ്പോൾ എത്ര പാരാതൈറോയിഡ് ഗ്ലാൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്? 4 പാരാതൈറോയിഡ് ഗ്ലാൻഡ് കാണുന്നുണ്ട്. അപ്പോൾ പാരാതൈറോയിഡ് ഗ്ലാൻഡ് കാണുന്നത് എവിടെയാണ്? നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് കാണുന്ന 4 പറയുന്നത് പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. സോ ദ റെഗുലേഷൻ ഓർ ദ normal calcium level is maintained by the combined action of calcitonin secreted by thyroid gland and the parathermone secreted by parathyroid gland. And the parathyroid gland is located behind the thyroid gland. thyroid gland പുറകിലായിട്ട് കാണുന്നുണ്ട്. എവിടെയാണ്? അതിൻ്റെ മുകളിലാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ഇത് ഫ്രണ്ട് പോർഷൻ അല്ല, ബാക്ക് പോർഷൻ ആയിട്ടാണ് കാണുക. നമ്മൾ നേരത്തെ കണ്ട പിക്ചറിൽ കണ്ടത് ഫ്രണ്ട് പോർഷൻ ആയിരുന്നു. ഇവിടെയാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ് കാണുന്നത്. ഈ പാരാതൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് പാരാതോർമോൺ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ
കണക്ട് ചെയ്യുക. നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? കാൽഷ്യം റെഗുലേഷൻ നിങ്ങൾക്ക് നോട്ട് എഴുതുമ്പോൾ കാൽഷ്യം റെഗുലേഷൻ, അവിടെ നിങ്ങൾക്ക് കാൽഷ്യം റെഗുലേഷൻ, അപ്പോൾ അത് കൂടെ പഠിച്ചു പോകാനൊരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഇന്നലെ പറഞ്ഞ പോലെ അതിൻ്റെ നോർമൽ ലെവലും കൂടെ എഴുതി വെക്കുക. 9 to 11 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ് കാൽഷ്യം ലെവൽ. അപ്പോൾ കാൽഷ്യം റെഗുലേഷന് രണ്ട് ഹോർമോൺസ് ആണ് നമ്മൾ ഓർക്കേണ്ടത്. രണ്ട് ഹോർമോൺസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ഫസ്റ്റ് വൺ ഇസ് കാൽസിറ്റോണിൻ ആൻഡ് സെക്കൻഡ് വൺ ഇസ് പാരാതോർമോൺ. And calcitonin is secreted by thyroid gland and parathormone is secreted by parathyroid gland. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പാരാതോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇങ്ങനെ പാരാതോർമോൺ, പാരാതൈറോയിഡ് ഗ്ലാൻഡ്, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെക്കാം. കാൽസിറ്റോണിൻ എന്നല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽഷ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കാൽസിറ്റോണിനാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് കാൽസിറ്റോണിൻ്റെ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്തായിരുന്നു കാൽസിറ്റോണിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? കാൽസിറ്റോണിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെഡ്യൂസസ് ദ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ദ ബ്ലഡ്. ഈ 9 to 11 എന്ന് പറയുന്ന മില്ലിഗ്രാം ഡെസിലിറ്ററിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ കാൽസിറ്റോണിൻ ഹെൽപ്സ് ടു റെഡ്യൂസ് ദ കാൽഷ്യം ലെവൽ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാരാതോർമോണിൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? കാൽഷ്യം ലെവലിനെ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാം. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് കാൽഷ്യം ബ്ലഡിൽ റെഗുലേറ്റ് ചെയ്ത് പോകുന്നത് എന്നുള്ളതാണ്. നമുക്കിപ്പോൾ പറഞ്ഞു കാൽസിറ്റോണിൻ്റെ ഫംഗ്ഷനായിട്ട് നമ്മൾ പറഞ്ഞത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡിലെ നോർമൽ കാൽഷ്യം ലെവലിനും എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ that helps to reduce the calcium level in blood, and the parathormone helps to increases the amount of calcium in blood whenever the normal the blood calcium level goes down below the normal level എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഫംഗ്ഷൻ നമുക്ക് കിട്ടി അല്ലേ. തൈറോയ്ഡ് ഹോർമോണും തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന കാൽസിറ്റോണിൻ ഹെൽപ്സ് ടു reduce the level of calcium, and the parathormone secreted by parathyroid gland helps to increases the amount of calcium in blood എന്നുള്ളതാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെ കമ്പൈൻഡ് ആക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി എങ്ങനെയാണ് കാൽഷ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു പിക്ചറിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് സൈസ് ശരിയാക്കാം. ഈ പിക്ചറിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് എന്താണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളെ കിഡ്നി ഉണ്ട്, ഇൻഡസ്റ്റൈന് കാണുന്നുണ്ട്, ബോണൊക്കെ കാണുന്നുണ്ട് അല്ലേ ഇവിടെ. അപ്പോൾ അതിനൊക്കെ ഫംഗ്ഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡും പാരാതൈറോയിഡിൻ്റെയും നമ്മുടെ കമ്പൈൻഡ് ആക്ഷൻ ആണ് കാൽസിറ്റോണിന് ഹെൽപ്പ് ചെയ്യുന്നത്, കാൽഷ്യം ലെവൽ റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഓവറോൾ പിക്ചർ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സൂം ചെയ്തിട്ട് നേരത്തെ പോലെ തന്നെ നോക്കാം. ഇപ്പം നമ്മൾ ഫസ്റ്റ് പറയാണ് നമ്മുടെ നോർമൽ ലെവൽ എന്ന് പറയുന്നത് 9 to 11 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. ഇതെല്ലായ്പ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ എഴുതി വെക്കുക. കാരണം ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്ഥിരമായിട്ട് ഇത് കാണുന്ന സമയത്ത് നിങ്ങളുടെ ടെക്സ്റ്റിലേക്ക് മാറ്റി എഴുതി കഴിയുമ്പോൾ അത് ഈ പിക്ചറിനോട് ചേർത്ത് എഴുതി കഴിയുക. അപ്പോൾ ഇത് എപ്പോഴും നിങ്ങളെ വിഷ്വലി വരുന്ന സമയത്ത്, നിങ്ങളുടെ കണ്ണിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊരു നിങ്ങൾ ഒന്നും ശ്രദ്ധിക്കാതെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് എന്ത് ചെയ്യും, പെട്ടെന്ന് കിട്ടും. അപ്പോൾ 9 to 11 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ഈ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഒരു നോർമൽ ലെവൽ ഏതാണ്, ഒരു 1 വേർഡ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്കോ മൾട്ടിപ്പിൾ ചോയ്സിലോ ഒക്കെ എന്തായാലും ഇവിടെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇപ്പോൾ 9 to 11 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ് കാൽഷ്യം ലെവലിൽ നോർമൽ കാൽഷ്യം ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ വൺസ് നമുക്കറിയാം തൈറോയ്ഡ് ഗ്ലാൻഡ് അല്ലെങ്കിൽ കാൽസിറ്റോണിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് തൈറോയ്ഡ് കാൽഷ്യത്തിൻ്റെ ലെവൽ ബ്ലഡിൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുന്നത്, കാൽസിറ്റോണിൻ ആക്ട് ചെയ്യുക. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കാൽസിറ്റോണിൻ റെഡ്യൂസസ് കാൽഷ്യം Ca2+ എന്നാണ് എഴുതുന്നത്, അത്രയേ ഉള്ളൂ. കാൽഷ്യം എന്നുള്ളത് തന്നെയാണ് കാൽഷ്യം ലെവൽ ഇൻ ബ്ലഡ്. അപ്പോൾ ഈ ഒരു കാൽസിറ്റോണിൻ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന കണ്ടീഷൻ എപ്പോഴായിരിക്കും, തൈറോയ്ഡ് ഗ്ലാൻഡ് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ത് ചെയ്യും, ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് വെൻ ദ ലെവൽ ഓഫ് കാൽഷ്യം ഇൻക്രീസസ് ഇൻ ബ്ലഡ്,
എപ്പോഴാണോ കാൽഷ്യത്തിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന ബ്ലഡിൽ, ആ സമയം തൈറോയ്ഡ് ഗ്ലാൻഡ് സ്റ്റിമുലേറ്റ്സ് ദ thyroid glands get stimulated and secrete the calcitonin. Whenever the level of calcium increases in blood, it stimulates the thyroid gland to secrete calcitonin. Thyroid gland, when the level of calcium increases in blood, it stimulate thyroid gland to secrete calcitonin. Okay, ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. Whenever the level of calcium increases in blood, it stimulates the thyroid gland and to secrete calcitonin. Then നമ്മുടെ calcitonin വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? It helps to reduces the calcium level in blood. സോ അതിന് എന്തൊക്കെ ചെയ്യണം? കാൽഷ്യത്തിന് നമ്മൾ എക്സസ് ആണ് ഉള്ളത്, നമ്മുടെ കയ്യിൽ ബ്ലഡിൽ എന്താണ് കൂടുതലാണുള്ളത്, കാൽസിറ്റോണിൻ ചെയ്യേണ്ട കാര്യം എന്തായിരിക്കും? ആ ബ്ലഡിൽ നിന്ന് എക്സസ് ആയിട്ടുള്ള കാൽഷ്യത്തിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ കാൽസിറ്റോണിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയായിട്ടാണ് ഇവിടെ വരിക? ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് ഫ്രം ബ്ലഡ്. യൂറിൻ, നമ്മളെ കിഡ്നിയാണ് ഇത് വരുന്നത് അല്ലേ? കിഡ്നി എന്ന് പറയുമ്പോൾ ദേ ആർ റിലേറ്റഡ് ടു യൂറിൻ ഫോർമേഷൻ. അപ്പോൾ യൂറിൻ ഫോർമേഷൻ നടക്കുന്ന സമയത്ത് അൾട്രാ ഫിൽട്രേഷൻ, റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, 3 പ്രോസസ്സിലൂടെയാണ് യൂറിൻ ഫോർമേഷൻ. നിങ്ങളത് 9th പഠിച്ചിട്ടുണ്ട് അല്ലേ? കിഡ്നിയിൽ വെച്ചിട്ട് യൂറിൻ ഫോർമേഷൻ്റെ 3 സ്റ്റെപ്സ് എന്ന് പറയുന്നത് അൾട്രാ ഫിൽട്രേഷൻ, ദെൻ റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ എന്ന 3 സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു യൂറിൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ നോർമൽ കേസിൽ എന്താണ് റീഅബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിൽ കാൽഷ്യം അതുപോലെയുള്ള പിന്നെയും യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ അൾട്രാ ഫിൽട്രേറ്റിൽ ഉണ്ടാവുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ ഉണ്ടാവുമ്പോൾ അതിനെ റീഅബ്സോർബ് ചെയ്യും, അതിനെ തിരിച്ച് റീഅബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സാണ് റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ റീഅബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയലിൽ പെട്ടതാണ് കാൽഷ്യം എന്ന് പറയുന്നത്, അതുപോലെ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നതും. അപ്പോൾ നോർമലി നമുക്ക് ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് ഉണ്ട്, കൂടുതലാണ് അല്ലേ? ഓൾറെഡി നമുക്ക് എന്താണ് ബ്ലഡിൽ കാൽഷ്യം 9 to 11 mg/dL കൂടുതൽ എക്സീഡ് ചെയ്തത് കൊണ്ട് എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് അവിടെ അലേർട്ട് ചെയ്യപ്പെട്ട് അത് സെക്രീറ്റ് ചെയ്തിട്ടുണ്ട് ആരെ? കാൽസിറ്റോണിനെ. അങ്ങനെ ഈ കാൽസിറ്റോണിൻ വരികയാണ്. ഇനി എന്താണ് എനിക്ക് ഇവിടെ ചെയ്യാനുള്ളത്? ഈ ഒരു ബ്ലഡിൽ എനിക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളത് അന്വേഷിച്ച് വരികയാണ്. അയാൾക്ക് ചെയ്യാനുള്ളത് നമുക്കറിയാം, കാൽസിറ്റോണിൻ അറിയാം, അവിടെ ബ്ലഡ് കാൽഷ്യം കൂടുതലാണ്, അതിനെടുത്ത് റിമൂവ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ കാൽഷ്യത്തിനെ കുറക്കാനുള്ള മെത്തേഡ്സ് നോക്കുക എന്നുള്ളതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇത് കാൽസിറ്റോണിൻ ഫസ്റ്റ് പോയിട്ട് എവിടെ പോവുകയാണ്? അത് നേരെ പോയി കിഡ്നി പോയി നോക്കുകയാണ്. കിഡ്നി പോയി നോക്കുന്ന സമയത്ത് അവിടെ കാണുന്നുണ്ട് എന്താണ്? യൂറിൻ ഫോം ചെയ്യുന്ന സമയത്ത് റീഅബ്സോർപ്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് എന്ത് ആവശ്യമില്ല? കാൽഷ്യം ഒന്നും ആവശ്യമില്ല. അപ്പോൾ കാൽസിറ്റോണിൻ പോയിട്ട് കിഡ്നിയുടെ അടുത്ത് പറയാണ്, ഇവിടെ നമുക്ക് കാൽഷ്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് കാൽഷ്യത്തിൻ്റെ അവിടെ റീഅബ്സോർബ് ചെയ്ത് എടുക്കണ്ട, ഫോസ്ഫേറ്റിനൊന്നും നമുക്ക് എന്ത് ചെയ്യണ്ട, അതൊന്നും നമുക്ക് വേണ്ട, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? യൂറിനിലൂടെ പുറത്തേക്ക് തട്ടിക്കോളൂ എന്നുള്ളത് എന്താണ്? ഒരു സിഗ്നൽ കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് കിഡ്നിയിൽ വരുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഇവിടെ നിങ്ങൾ കിഡ്നി എന്ന് എഴുതി വെക്കുക. കിഡ്നിയിൽ വരുന്ന ഫംഗ്ഷൻ, കാൽസിറ്റോണിൻ ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണ്? ദാറ്റ് ഇൻഹിബിറ്റ്സ് calcitonin inhibits the reabsorption of calcium and phosphate from blood. അപ്പോൾ കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും അബ്സോർപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യാണ്, റീഅബ്സോർപ്ഷൻ ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽസിറ്റോണിൻ. അതേസമയം കാൽസിറ്റോണിന് കുറച്ച് ആളുകൾ എവിടെ പോയിട്ടുണ്ട്? നമ്മുടെ ഇൻഡസ്റ്റൈനിലൊക്കെ പോയിട്ടുണ്ട്. അവിടെ ഇൻഡസ്റ്റൈനിൽ പോയ സമയത്ത് ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? കാൽഷ്യം അവിടെ നമ്മൾ കഴിച്ച ഫുഡിൽ നിന്നൊക്കെ എന്താണ്? കാൽഷ്യത്തിന് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാൽസിറ്റോണിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അബ്സോർപ്ഷൻ നടക്കരുത്, അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ ലെവൽ ഇനി ഫെർദറായിട്ട് കൂടാൻ പാടില്ല, അത് കുറക്കുക ചെയ്യണ്ടേ. അപ്പോൾ കാൽഷ്യം എന്ത് ചെയ്യും? കാൽസിറ്റോണിൻ എന്ത് ചെയ്യും? ഈ ഇൻഡസ്റ്റൈനെടുത്തും പറയും, നമുക്ക് കാൽഷ്യത്തിന് ആവശ്യമൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിലധികം ഉണ്ട്, അതുകൊണ്ട് കാൽഷ്യത്തിനൊക്കെ എന്ത് ചെയ്തോ, ഇനി കുറച്ചൊന്നും പുറത്തേക്ക് വിട്ടോ, നമുക്കത് ആവശ്യമില്ല എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. സോ ഇൻഡസ്റ്റൈനിൽ കാൽസിറ്റോണിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ദാറ്റ് ഇൻക്രീസസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ടു ബ്ലഡ്. ബ്ലഡിലേക്കുള്ള കാൽഷ്യം അബ്സോർപ്ഷൻ അവിടെ കുറക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? അടുത്തതാണ് നമ്മുടെ ബോൺസ് ഉണ്ട്. ബോൺസിൽ പോയി നോക്കുകയാണ് കാൽസിറ്റോണിൻ. അപ്പോൾ കാൽസിറ്റോണിനിൽ നോർമലി ബോണ്ട് കേസിലൊക്കെ വരുന്ന സമയത്ത് കാൽഷ്യം ഫോസ്ഫേറ്റ് ഒക്കെ കാൽഷ്യം അതുപോലെ ഫോസ്ഫേറ്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സിങ് അപ്പ് നടക്കാറുണ്ട്. അല്ലെങ്കിൽ അതായത് കാൽഷ്യത്തിന് നമ്മുടെ ബോണിന് കാൽഷ്യം ഫോസ്ഫേറ്റും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ? ബോണിൻ്റെ ഹെൽത്തിന് ഏറ്റവും ആവശ്യമുള്ളതാണ് കാൽഷ്യം. അപ്പോൾ ഈ കാൽഷ്യം എന്ന് പറയുന്നത് എന്ത് സംഭവിക്കുന്നുണ്ട്? ബോൺസ് എന്ന് നോർമൽ കേസിൽ അത് മിക്സിംഗ് ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് ഫ്രം ദ ബോൺസ് ഇൻ ടു ദ ബ്ലഡ് നടക്കാറുണ്ട്.
അവിടെ പോയിട്ട് പറയാണ്, നമ്മുടെ കാൽസിറ്റോണിൻ പറയാണ് ഇതിനൊന്നും ആവശ്യമില്ല, നമുക്ക് ആവശ്യത്തിലധികം കാൽഷ്യം അവിടെ ഉണ്ട്, ഈ ബ്ലഡ് എന്ത് ചെയ്യുക, അത് അവിടെ തന്നെ നിന്നോട്ടെ, ബോണിന് ഇങ്ങോട്ട് മിക്സിംഗ് ഒന്നും നടക്കണ്ട എന്നുള്ളത് പറയാണ്. അപ്പോൾ കാൽസിറ്റോണിന് 3 ആക്ഷനായിട്ട് പറയാൻ പറ്റുന്ന എവിടെയൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കിഡ്നിയിലാണ്, സെക്കൻഡ് വൺ ഇൻഡസ്റ്റൈനിലാണ്, തേർഡ് വൺ ബോൺസിലാണ്. 3 സ്ഥലത്തും പോയി ചെയ്യുന്നത് എന്താണ്? ഇൻഹിബിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ ബ്ലഡിലേക്ക് വരാതിരിക്കാൻ ശ്രമിക്കുകയാണ്, കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ കാൽസിറ്റോണിൻ ചെയ്യുന്നത്. അപ്പോൾ ബോണിൽ ഫസ്റ്റ് കിഡ്നിയിൽ ചെയ്തത് റീഅബ്സോർപ്ഷനെ പ്രിവെൻറ്റ് ചെയ്യുക, ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഇൻഡസ്റ്റൈനിൽ പോയിട്ട് ചെയ്തത് അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ഇൻ ടു ദ ബ്ലഡ് ഡിക്രീസസ്, കുറച്ച് കൊണ്ടുവരികയാണ്, അത് വളരെ കുറഞ്ഞ എമൗണ്ടിൽ മാത്രം നടക്കുകയാണ്. അതുപോലെ മിക്സിംഗ് ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് ഫ്രം ദ ബോൺസ് ഇൻ ടു ദ ബ്ലഡ് എന്ന് പറയുന്ന പ്രോസസ്സ് അതും എന്ത് ചെയ്യാണ്? ഇൻഹിബിറ്റ് ചെയ്യപ്പെടുകയാണ്, കംപ്ലീറ്റ്ലി എന്താ ചെയ്യാണ്? ഇൻഹിബിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ ബ്ലഡിൽ ഇപ്പോൾ ഒരു 12 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ് ഉള്ളതെന്ന് വിചാരിക്കുക, നമുക്ക് 11ലേക്ക് എത്തിക്കണം. ഇതിൽ ചെറിയ വേരിയേഷൻ ഒന്നുമല്ല പറയുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ നോർമലി ഇവിടെ കൊടുത്ത ആളുകൾ എന്ത് ചെയ്യും? അവിടെ ഉണ്ട്, അത് നമ്മുടെ ശരീരത്തിൽ ബോഡിയിലെ ഡിഫറെൻറ്റ് സെൽസ് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്ത് അവരുടെ ആവശ്യങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കാൽഷ്യത്തിന് അങ്ങോട്ട് കൊടുക്കാണ്ട് നമ്മുടെ കയ്യിൽ നിന്നുള്ളതൊക്കെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും കാൽഷ്യം ലെവൽ അവിടെ റെഡ്യൂസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ എന്താണ് സമ്മറൈസ് ചെയ്യുമ്പോൾ നമുക്കൊന്നും കൂടെ എഡിറ്റ് പറയാം. ഓക്കെ, ഇനി നമ്മുടെ ബ്ലഡിലെ ലെവൽ, കാൽഷ്യം ലെവൽ 9 to 11 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ എന്നുള്ളത് അതിനേക്കാൾ കുറഞ്ഞു, അതായത് 9 to 11 എന്ന് പറയുന്നതിനേക്കാൾ 9നേക്കാൾ കുറഞ്ഞു എന്നുള്ള കണ്ടീഷൻ വരെയാണ് ബോഡിയിൽ. നമ്മൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കാണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ. ഇപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചില്ല, കാൽഷ്യം തീരെ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ബ്ലഡിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അവിടെ കാൽഷ്യം ലെവൽ കുറയും. അങ്ങനെ കാൽഷ്യം ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാരാതൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ആക്ഷൻ അവിടെയാണ് വരുന്നത്. വെൻ ദ ലെവൽ ഓഫ് കാൽഷ്യം ഡിക്രീസസ് ഇൻ ബ്ലഡ് ഇറ്റ് stimulate the parathyroid gland to secrete parathormone. അപ്പോൾ പാരാതൈറോയ്ഡ് ഗ്ലാൻഡിനെ പോയിട്ട് ബ്ലഡിലെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? നേരെ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാണ് നമ്മുടെ ബ്ലഡിന് ആവശ്യമായിട്ടുള്ള, ബ്ലഡിൽ നോർമൽ ലെവലിലുള്ള കാൽഷ്യം ഒന്നുമില്ല, എന്ത് ചെയ്യണം? പെട്ടെന്ന് അത് റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ഇൻക്രീസ് ചെയ്യാനുള്ള വഴി നോക്കണം നമ്മൾ പാരാതൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ അടുത്ത് പറയാണ്. സോ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് എന്തൊരു ഓക്കെ ഞാൻ സെറ്റാക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാരാതോർമോണിനെ പോയിട്ട് എന്ത് ചെയ്യാണ്? സെക്രീറ്റ് ചെയ്തിട്ട് ബ്ലഡിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ബ്ലഡിലെത്തിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? ഡിഫറെൻറ്റ് ടാർഗറ്റ്സ് ഓർഗനിലേക്ക് എത്തും. അതിൻ്റെ ടാർഗറ്റ് ഓർഗൻ എന്ന് പറയുന്നത് കിഡ്നി, ഇൻഡസ്റ്റൈൻ ആൻഡ് ബോൺസ് തന്നെയാണ്. നേരത്തെ ചെയ്തത് എന്തായിരുന്നു? നമ്മുടെ കാൽസിറ്റോണിൻ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ റീഅബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് എന്ത് ചെയ്യും? ആക്സിലറേറ്റ് ചെയ്യും. ഇറ്റ് ആക്സിലറേറ്റ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് ബ്ലഡ്. കിഡ്നിയുടെ അടുത്ത് പോയി പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്ക് ആവശ്യമുള്ള ബ്ലഡിൽ ആവശ്യമുള്ള കാൽഷ്യം ഒന്നുമില്ല, അപ്പോൾ ഇനി കിട്ടുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയും, നമ്മൾ അൾട്രാഫിൽട്രേഷൻ നടന്നു കഴിഞ്ഞാൽ ആ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലുള്ള എന്ത് ചെയ്യുക? കാൽഷ്യത്തിനൊന്നും പുറത്തേക്ക് വിടാൻ നിൽക്കേണ്ട, നമ്മളെ ബോഡിക്ക് തന്നെ ആവശ്യമുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് അതിനെ തിരിച്ചെടുത്തോ എന്ന് പറയുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ്. രണ്ടാമത് ഇൻഡസ്റ്റൈനിൽ പറയാണ് മാക്സിമം കാൽഷ്യത്തിന് അബ്സോർബ് ചെയ്യാൻ പറയുകയാണ്, അവൈലബിൾ ആയിട്ടുള്ള കാൽഷ്യത്തിന് അബ്സോർബ് ചെയ്യാൻ പറയും ഇൻഡസ്റ്റൈനോട്. അതുപോലെ ബോൺസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാൽഷ്യം മിക്സിങ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, അതിൻ്റെ ഓപ്പോസിറ്റാണ്. അതായത് തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ പഠിച്ച് തൈറോയ്ഡ് ഗ്ലാൻഡിലെ കാൽസിറ്റോണിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എന്നുള്ളത് ഓർക്കാം. അപ്പോൾ ഓവറോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് എത്രയാണെന്നുള്ളത് ഓർക്കുക. 9 to 11 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. ഇതിൽ നിന്ന് കൂടുക അല്ലെങ്കിൽ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈതർ ഓഫ് ദ ഗ്ലാൻഡ് എന്ത് ചെയ്യും? ആക്ടിവേറ്റഡ് ആവും. ആക്ടിവേറ്റ് ചെയ്ത് അതിൻ്റെ പർട്ടിക്കുലർ ഹോർമോൺസ്, അതിൻ്റെ പെക്യുലർ ഹോർമോൺസിനെ സെക്രിയേറ്റ് ചെയ്ത് കാൽഷ്യം റെഗുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നോക്കുകയാണെങ്കിൽ whenever the calcium level increases in the blood, it stimulates the thyroid gland to secrete the calcitonin. Once the calcitonin is secreted, it acts on different target organs called like kidney, intestine and bones. In calcitonin act on the kidney through by inhibiting the reabsorption of calcium and phosphate from blood, and in the intestine it decreases the absorption of calcium to the blood, and in the bones it inhibits the activity of mixing of calcium and phosphate from the bones into the blood. Then നമുക്ക് വരുന്നത്
9 to 11 mg/dL എന്ന് പറയുന്ന നോർമൽ ലെവലിലും കൂടിക്കഴിഞ്ഞാൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? തൈറോയ്ഡ് അല്ലെങ്കിൽ പാരാതെർമോൺ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനെയാണ്? നമ്മുടെ ബ്ലഡിനെ ഇൻക്രീസ് ചെയ്യാനാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ പാരാതോർമോൺ ഗ്ലാൻഡും അതുപോലെയുള്ള എന്താണ് നമ്മുടെ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് നമ്മുടെ ബ്ലഡിലെ കാൽഷ്യം ലെവൽ നോർമലിൽ നിന്നും കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? ഈ ലെവൽ കൂടിക്കഴിഞ്ഞാൽ when the level of calcium decreases in the blood, the parathyroid gets stimulated and it secretes the parathormone and it acts on the target organs. പാരാതോർമോണിന്റെ ടാർഗറ്റ് ഓർഗൻസ് എന്ന് പറയുന്നതും കിഡ്നി, intestine and bones ആണ്. Then the action of the parathormone on the kidneys accelerates the reabsorption of calcium and phosphate to blood, accelerates the absorption of calcium to blood in the intestine, and stimulates the activity of mixing of calcium and phosphate from the bone into the blood. ഇത്രയാണ് എന്ത് ചെയ്യുന്നത്? കാൽഷ്യം റെഗുലേഷന് വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ടേബിൾ വരക്കാം. ടേബിൾ വരക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇവിടെ നിങ്ങൾ ടാർഗറ്റ് ഓർഗൻ കൊടുക്കാം. ടാർഗറ്റ് ഓർഗൻ, ദെൻ നമ്മുടെ കാൽസിറ്റോണിൻ, ദെൻ ഇവിടെ വരുമ്പോൾ പാരാതോർമോൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ദെൻ ഓരോ ഓർഗൻസ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യാം? ഓരോ ഓർഗൻസ്, 3 ഓർഗൻസ് ആണുള്ളത്. ഫസ്റ്റ് കിഡ്നി വരും, രണ്ടാമത്തെ വരുമ്പോൾ ഇൻറ്റസ്റ്റൈൻ കൊടുക്കുക, മൂന്നാമത്തത് കൊടുക്കുമ്പോൾ ബോൺസ് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആക്ഷൻസ് എന്ത് ചെയ്യുക? നിങ്ങൾ ഇവിടെ ടേബിളിലേക്ക് എടുത്തെഴുതുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും? കാൽസിറ്റോണിൻ വരുമ്പോൾ കിഡ്നി inhibits the reabsorption of calcium and phosphate from the blood, decreases the intestineലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പാരാതോർമോണിൻ്റെ ആക്ഷൻ വരുന്ന സമയത്ത് it accelerates the reabsorption of the calcium and phosphate to blood എന്ന് പറയാം. ദെൻ ഇൻറ്റസ്റ്റൈനിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്? under the calcitonin decreases the absorption of calcium to blood and parathormone accelerates the absorption of calcium to blood കൊടുക്കാം. Then bondsലേക്ക് വരുമ്പോൾ calcitonin function inhibits the activity of mixing of calcium and phosphate from the bonds into the blood. Parathormone activity എന്തായിരുന്നു? It stimulates the activity of mixing of calcium and phosphate from the bone into the blood എന്നുള്ളത് കൊടുക്കാം. ഇത്രയാണ് നമുക്ക് എന്ത് പറയാനുള്ളത്? റെഗുലേഷൻ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ് എന്ന് പറയാനുള്ളത്. അപ്പോൾ നോർമൽ ലെവൽ ഓഫ് കാൽഷ്യം എന്ന് പറയുന്നത് എന്താണ്? 9 to 11 mg/dL ആണ്. ദെൻ ആക്ഷൻ ഓഫ് കാൽഷ്യം എന്ന് പറയുന്നത് whenever the calcium increase ചെയ്യുന്ന സമയത്ത് it helps to reduce calcium. പാരാതോർമോൺ ആണെന്നുണ്ടെങ്കിൽ helps to increase the calcium level. അതിൻ്റെ കൂടെ ആക്ഷൻ പറയുമ്പോൾ അതിൻ്റെ ഫങ്ഷനാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായിരുന്നു? ഇവിടെ in kidney it inhibits the reabsorption of calcium and phosphate from blood. Then in the intestine it decreases the absorption of calcium to blood, and in the bones it inhibits the activity of mixing of calcium and phosphate from bones into the blood. Any action of parathormone എന്ന് പറഞ്ഞാൽ functional helps to increases the amount of calcium in blood through kidney. In the case of kidney, it accelerates the reabsorption of calcium and phosphate to blood, and then in intestine it accelerates the absorption of calcium to the blood, and in the bones it stimulates the activity of mixing of calcium and phosphate from the bones into the blood. ഇത് കമ്പൈൻ ചെയ്തതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ടേബിൾ. അത് നിങ്ങളൊന്ന് നോട്ടിലേക്ക് എഴുതി റെഡിയാക്കാം, എന്നിട്ട് അത് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കാൽഷ്യം റെഗുലേഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് നമുക്ക് കാൽഷ്യം റെഗുലേഷൻ എന്ന് പറയുമ്പോൾ ഇൻവോൾവ് ചെയ്യുന്ന ഗ്ലാൻഡുകളെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് തൈറോയിഡ് ആൻഡ്
തൈറോയിഡ് ഗ്ലാൻഡുകളാണ് തൈറോയിഡ് ഗ്ലാൻഡ് ആൻഡ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്. ഹോർമോൺസ് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് കാൽസിറ്റോണിൻ ആൻഡ് പാരാതോർമോൺ എന്നും കൂടെ ഓർക്കുക. എന്തൊക്കെയാണ് ആക്ഷൻ എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോട്ട് ക്രിയേറ്റ് ചെയ്യുക, പഠിക്കുക. താങ്ക് യു.